ജെയിംസ് സാർ, അതിനിടയിൽ ഹോർമൂസ് അസ്വസ്ഥമായി തുടരുകയാണ്. അവിടെയുള്ള വാണിജ്യ കപ്പലുകൾ ഇറാൻ ആക്രമിക്കുന്നതിനെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ എതിർക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനുമായുള്ള സമാധാന ചർച്ചകളുടെ ഭാഗമായി പാകിസ്ഥാൻ സംഘം ഇറാനിലുണ്ട്. അങ്ങനെ മറ്റു ചില ഡെവലപ്മെന്റ്സ് കൂടിയും അങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. ജെയിംസ് സാർ, ഹാഷ്മി, ഒരുപക്ഷെ ഇന്ത്യ ഈ വളരെ ശക്തമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുന്നുവെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇതുവരെ ഇറാനോടൊരു സോഫ്റ്റ് കോർണർ ഇന്ത്യ കാണിച്ചിരുന്നു. പക്ഷെ അത് ഇല്ലാതാവുന്നു. കാരണം ഇന്ത്യയുടെ ഒന്നില്ലെങ്കിൽ ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ജീവനക്കാരുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു, എണ്ണ എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് UAE പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എണ്ണയുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ കരുതൽ ശേഖരം ഉണ്ടാക്കുന്നു. ഇതൊക്കെ എണ്ണവില കൂടുന്നു, ഇനിയും പെട്രോൾ ഡീസൽ വില കൂടുകയാണ്. ഇന്ത്യ അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയിൽ ശക്തമായി ഇറാനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകൾ ആക്രമിക്കുന്നതിന് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല, ഞങ്ങൾ എതിർക്കുന്നുവെന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ നട്ടെല്ല് നിവർത്തി തുടങ്ങി. ഇതുവരെ ഇന്ത്യ അക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗൾഫ് രാജ്യങ്ങളെ കൂട്ടുപിടിക്കുകയും ഇറാനോട് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ചൈനയും അമേരിക്കയും തമ്മിൽ, രണ്ട് പ്രസിഡന്റുമാർ തമ്മിലുള്ള ചർച്ചയിലും ഹോർമോസ് കടലിടുക്ക് തുറക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങൾ ഇതിന് ടോൾ ഏർപ്പെടുത്താൻ പോകുന്നുവെന്നാണ്. അത് ഒരു തരത്തിൽ അംഗീകരിക്കില്ലെന്ന് ഭൂരിപക്ഷം രാജ്യങ്ങളും പറയുന്നത്. ടോൾ എന്ന് പറയുന്നത് $20 ലക്ഷം അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് കാര്യങ്ങൾ രൂക്ഷമായ അവസ്ഥയിലേക്ക് പോകുന്നതിന് ഇന്ത്യക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ടായതിനിടയിൽ കാശ്മീർ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഈ പാകിസ്ഥാൻ ഇനി പഹൽഗാം പോലെ ഒരു ഭീകരാക്രമണത്തിന് തയ്യാറായാൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഭൂമുഖത്ത് ഉണ്ടാവില്ലെന്ന് ഇന്ത്യയുടെ കരസേനാ മേധാവി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട്, കാരണം അസീം മുനീർ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇന്ത്യക്ക് എതിരെ ഭീകരാക്രമണം നടത്താനായിട്ട് മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഇന്ത്യയുടെ കരസേനാ മേധാവി കർശനമായ ഭാഷയിൽ പാകിസ്ഥാന് മറുപടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ഉന്നതതല സംഘം അവിടുത്തെ നഖ്വി എന്ന മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇറാനിലെത്തി സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. പാകിസ്ഥാൻ വീണ്ടും അമേരിക്കയും ഇറാനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് സമാധാനം കൊണ്ടുവന്ന് ലോകത്തിന്റെ മുന്നിൽ മധ്യസ്ഥന്റെ റോള് വഹിക്കാനാണ് ഇതിനിടയിൽ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യക്കെതിരെ അതിനുള്ള നേതൃത്വം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വിരോധാഭാസം. ഹാഷ്മി, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.